ഹലോ. അപ്പോൾ ഇന്ന് നമ്മളെ ശരണ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനുണ്ടായി കേട്ടോ. നമ്മളെ ബിഗ് ബോസിൽ എവിക്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ആഴ്ച എവിക്റ്റഡ് ആയിട്ടുള്ള ശരണ്യൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഓഡിയൻസും കൂടി കണ്ട കുറച്ച് കാര്യങ്ങൾ ആ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശരണ്യ കുറച്ച് ആൻസേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെയിനായിട്ട് ചോദിക്കുന്നത് ശരണ്യൻ്റെത്. പിന്നെ ശരണ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ വലിയൊരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ പവർ റൂം ഉള്ളതിനോണ്ടാണ് ആ ഒരു എവിക്ഷൻ എന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് പോയിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം ചില സമയങ്ങളിൽ പ്രതികരിച്ചു അല്ലാതെയൊക്കെ ഇങ്ങനെ നിന്നൊരു വ്യക്തിയാണ്. അവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഓരോന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ശരണ്യൻ്റേത്. പക്ഷേ നല്ലൊരു പേഴ്സണായിരുന്നു, വലിയ കുഴപ്പമില്ലാത്തൊരു പേഴ്സണായിരുന്നു ശരണ്യ. അപ്പോൾ ഫസ്റ്റ് ആങ്കർ ചോദിച്ചിട്ടുള്ളത് ശരണ്യൻ്റെ ആ ഒരു ജിം വെയറിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ജിമ്മിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ശരണ്യ കുറച്ച് ഒരു 3-4 ഡ്രസ്സ് 2-3 ഡ്രസ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെയർ ചെയ്തിട്ട് കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ട് ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് പുറത്ത് നോക്കുന്ന ഒരാൾക്ക് നമുക്ക് ആ ഒരു ഡ്രസ്സിനെ പറ്റി പറയാൻ കഴിയുന്നത്. പക്ഷേ അത് ശരണ്യനോട് ചോദിച്ചപ്പോൾ ശരണ്യ നേരെ വേറൊരു കോൺട്രവേഴ്സിയിലേക്കാണ് കൊണ്ടുപോയത്. കാരണം അവിടെ സ്മോക്കിംഗ് റൂം ഉണ്ട്. അപ്പോൾ സ്മോക്കിംഗ് റൂം എന്ന് പറഞ്ഞിട്ട് സ്മോക്ക് ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു എന്താ പറയുക, നിരോധിക്കേണ്ട ഒരു അല്ല, ഇഷ്ടപ്പെടാത്തൊരു സംഗതിയല്ലേ എന്നാണ് ശരണ്യ പറയുന്നത്. തീർത്തും ഒരു എന്താ പറയുക, തീരെ ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് ശരണ്യ അതുമായിട്ട് ഉപമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡ്രസ്സിനെ പറ്റി നമ്മൾ ഇഷ്ടം പോലെ കമൻസ് കണ്ടതാണ്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഷോ, എല്ലാവരും കുട്ടികളടക്കം കാണുന്നൊരു ഷോ ആണ്. അപ്പം ആ ഷോയിൽ അത്രയും മോശമായിട്ടൊരു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാന്നുണ്ടെങ്കിൽ വളരെ മോശം ഡ്രസ്സ് തന്നെയാണ് ശരണ്യ ധരിച്ചത്. ഡ്രസ്സ് ധരിക്കേണ്ടതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. പക്ഷേ നമ്മളൊരു പബ്ലിക്കായിട്ടൊരു ഷോ ചെയ്യുമ്പം അതിനും കുറച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു മാനേഴ്സും കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. എത്ര ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ ശരണ്യനോട് അത് ജിൻഡോ പറഞ്ഞപ്പോൾ ശരണ്യ പറഞ്ഞത് എൻ്റെ വീട്ടുകാർക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല എന്ന്. പക്ഷേ കാണാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട്, എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടാണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് ശരണ്യനെ കാണാൻ തോന്നിയത്. അതിലും ശരണ്യ കുറേ മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അത്ര ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ശരണ്യ മോഡലാണ്, പല ബ്രാൻഡിൻ്റെ ഒരു സാരിയൊക്കെ ആ ഒരു ശരണ്യൻ്റെ ഇതിൽ തന്നെ ഇറക്കിയിട്ടുള്ളൊരു മോഡലാണെന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട്. അതൊക്കെ ഓഫ് കോഴ്സ് ഓക്കെ. പക്ഷെ അതൊന്നും നമ്മളാരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു ജിം വെയർ ഇട്ടിട്ട് ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നത് എന്തായാലും ശരണ്യ ചെയ്തതിൽ ആ ഒരു മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ആങ്കർ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ ശരണ്യ വല്ലാണ്ട് റേസ് ആവുന്നൊക്കെ ഉണ്ട്. എത്ര ശരണ്യ അത് ന്യായീകരിക്കാൻ നോക്കിയാലും നമുക്കൊന്നത്, കാരണം ചിലപ്പോൾ ശരണ്യ ധരിക്കുമ്പോൾ ശരണ്യക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളതൊരു സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വൾഗാരിറ്റി നല്ലോണം നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ശരണ്യ ഒന്ന് സ്ക്രീനിൽ കണ്ട് കാണുമ്പോൾ ചിലപ്പോൾ ശരണ്യക്ക് മനസ്സിലാവും. പിന്നെ അതല്ല, അപ്പോൾ ശരണ്യ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ധകാലത്തിലല്ലേ ജീവിക്കുന്നത്, ഇന്ധകാലത്തിൽ ജീവിക്കുന്ന ആൾക്കാർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ധകാലമായാലും അന്ധകാലമായാലും ഒരു ഡ്രസ്സിന് അതിൻ്റേതായിട്ടുള്ള, ഏത് ഡ്രസ്സ് ധരിച്ചാലും അതിനും അതിൻ്റേതായിട്ടുള്ളൊരു മാന്യത ഉണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. ശരണ്യക്ക് ഏത് ഡ്രസ്സ് ധരിച്ചാലും ബോറൊന്നുമില്ല. പക്ഷേ ശരണ്യ എവിക്റ്റഡ് അവിടെ നിന്ന് കൊടുത്ത ഡ്രസ്സൊക്കെ നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ അത് ആളുകൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ പറയും, മോശമാണെന്നുണ്ടെങ്കിൽ മോശം തന്നെ പറയും. നെക്സ്റ്റ് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് അതിനൊരു ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ ആ മുടി പിടിച്ച് വലിച്ച ആ ഒരു കേസാണ്. അപ്പോൾ അതുവരെ ശരണ്യ ഉറപ്പ് പറഞ്ഞത് ജിൻഡോ ആണെന്ന്. പിന്നെ ലാലേട്ടൻ വന്ന ഒരു എപ്പിസോഡിൽ ചോദിക്കുമ്പം ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ഒരു മൈൻഡ് ഔട്ടായി പോയത്. അപ്പം പിന്നെ അതിനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പം ചോദിക്കുമ്പം പറയുന്നുണ്ട് അത് ജിൻഡോ അല്ല എന്ന് പറയുന്നുണ്ട്, അത് വേറെ ആരോ ആണ്, അർജുനാണ് ശരണ്യ പറയുന്നത്. പക്ഷെ അത് ഗബ്രിയാണ്. അപ്പോൾ അത് ജിൻഡോനെ കണ്ടാൽ ഇനി താനൊരു സോറി പറയുന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട്. പിന്നെ അടുത്ത് ചോദിച്ചത് അത് നല്ല മറുപടിയാണ് ആങ്കർക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം ഇപ്പം അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ ലേഡീസ് കണ്ടസ്റ്റൻസ് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടത് ചെയ്തു കൊടുത്താൽ മാത്രമാണ് അതിലേക്ക് പോകുന്നത്. അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് അഖിൽമാരാർ പറഞ്ഞു. പക്ഷെ അതിന് എല്ലാ സ്ത്രീകളൊന്നും അഖിൽമാരാർ പറഞ്ഞിട്ടില്ല, ചില സ്ത്രീകൾ എന്നുള്ളത്. പക്ഷെ അത്
അത് പക്ഷേ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട് ശരണ്യ അങ്ങനെ ആണോ എന്നുള്ളത്. അപ്പോൾ അതിൽ ശരണ്യ നല്ല റേസായിട്ടാണ് മറുപടി കൊടുക്കുന്നത്. അങ്ങനെ അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിൽമാരാറോട് പോയി ചോദിക്കണം, ഞാനെന്ന വ്യക്തിനോട് ചോദിക്കരുതെന്ന്. അത് ഒരു ഗസ്റ്റിനെ ഇരുത്തിയിട്ട് ഒരു ആങ്കർ ചോദിക്കേണ്ട ചോദ്യം അതല്ല. ചോദ്യം നമുക്ക് പല രീതിയിൽ ചോദിക്കാം, പക്ഷേ ലേശം ഒരു മാനേഴ്സായിട്ട് ആ ആങ്കറിന് ചോദിക്കാമായിരുന്നു. ഇതൊരു തരം നമ്മൾ എന്താ പറയുക, എല്ലാ അഖിൽമാരാറെ സംസാരം കേട്ടിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ ഈ ഒരു ബിഗ് ബോസിൽ പോകുന്നെന്നുള്ള ഒരു ഇതിലാണ് ആങ്കർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ല ഓവർ റേസായിട്ട് തന്നെ ശരണ്യ മറുപടി കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ആ ഒരു ഇൻ്റർവ്യൂ അവിടെ വൈൻഡപ്പ് ചെയ്താണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ആങ്കറിന് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. ഓക്കെ.